എല്ലാവരുടെയും അനുഗ്രഹത്തോടെ തന്നെ നമ്മുടെ ഈ വിദ്യാലയം ഇന്ന് ഈ നിലയിലെത്തിയിട്ടുണ്ട്. ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഒരു ഈവനിങ്ങൊക്കെ ആണെങ്കിൽ, വൈകുന്നേരമൊക്കെ ആണെങ്കിൽ ഒരു കുറച്ച് നേരം കൂടി നിങ്ങളെ എന്ത് ചെയ്യായിരുന്നു, ബോറടിപ്പിക്കായിരുന്നു. അത് ബോറാണോ അതോ നല്ലതാണോ എന്നുള്ളത് നിങ്ങളാണ് തിരിച്ചറിയേണ്ടത്. ഇപ്പോൾ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത് എൻ്റെ കൊച്ചു കുട്ടികളും അതേപോലെ തന്നെ കഠിനാധ്വാനികളായ നമ്മുടെ ഈ വിദ്യാലയത്തിലെ അധ്യാപകർക്കും അതിനെ നയിക്കുന്ന പ്രധാനാധ്യാപിക ജിജു ടീച്ചർക്കും നന്ദി പറയുകയാണ് ഈ അവസരം. അതൊക്കെ നല്ല രീതിയിൽ നടക്കാമെന്നുണ്ടെങ്കിൽ വളരെ ശക്തമായ ഒരു PTA ആവശ്യമാണ്. അക്കാര്യത്തിൽ ശ്രീ അയ്യപ്പൻ ഈ അധ്യയന വർഷം മുഴുവനായിട്ടും നമ്മളെ കൂടെ നിന്നിട്ടുണ്ട്. പിന്നെ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ ഈ വിദ്യാലയത്തിൻ്റെ പരമാവധി എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് എനിക്ക് ആയുസ്സുള്ളിടത്തോളം കാലം ചെയ്യണമെന്നാണ് ഞാൻ മോഹിക്കുന്നത്. നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് എന്തൊക്കെ കിട്ടിയില്ല അതൊക്കെ നമ്മളെ കുട്ടികൾക്ക് കിട്ടണം. അങ്ങനെ ഒരു രക്ഷിതാവിൻ്റെ ആഗ്രഹം അല്ലേ? ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോൾ അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് ഞാൻ പഠിച്ചതിനേക്കാളും നല്ല പഠന സൗകര്യങ്ങൾ ഉണ്ടാവണം എന്ന് ഏതൊരു രക്ഷിതാവും ആഗ്രഹിക്കും. ഇത് ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അവർ പഠിക്കുന്ന സ്കൂളുകളിലും അതുണ്ടായിരിക്കണം. അതിനു വേണ്ടിയാണ് നമ്മുടെ ഈ വിദ്യാലയത്തിൽ AMLPS എടത്തറയിൽ കുട്ടികൾക്ക് സൗഹൃദമായി പഠനാന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി സജ്ജമാക്കുന്നത്. ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. തീർച്ചയായും ഇനിയും കൂടുതൽ സൗകര്യങ്ങൾ നമുക്ക് ഉള്ള ഈ പരിമിതമായ സ്ഥലത്ത് നമ്മൾ ചെയ്യും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തും.